ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സെറമിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു സെറം ക്രീമാണ്. ഇത് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ബ്രാൻഡിൻ്റെ കോജിക് ആസിഡിൻ്റെ സെറം ക്രീമാണ്. ശരിക്കും ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. വാങ്ങിച്ച സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഞാൻ എന്തോ കണ്ടു, റിവ്യൂസ് കൊള്ളായിരുന്നു, ഞാനങ്ങ് ഓർഡർ ചെയ്തു. പക്ഷേ ഇത് വാങ്ങിച്ച് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി കേട്ടോ. കാരണം ഞാനിത് കേട്ടിട്ടേ ഇല്ല, ഈ ബ്രാൻഡ് എനിക്കറിയില്ല, പുതിയതാണ്. ഇത് ഗെറ്റ് നെക്ടർ എന്ന് നെക്ടർ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ ഒരു സാധനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യുന്നത്, കേൾക്കുന്നതിന് ആദ്യമായിട്ടാണ്. പക്ഷേ വാങ്ങിച്ചത് കൈ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് റിട്ടേൺ ചെയ്യാനൊന്നും തോന്നിയില്ല. ഞാനത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ തെറ്റായിട്ട് ചെയ്തതാണ്, എനിക്കറിയില്ലാതെ ഞാൻ ചെയ്തതാണെന്നുണ്ടെങ്കിലും അതൊരു നല്ല ഡിസിഷനായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അത്രയും അടിപൊളി ഒരു റിസൾട്ടാണ് ഈ സാധനം എനിക്ക് തന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ എന്താണ്, എൻഹാൻസ് സ്കിൻ ഗ്ലോ വൈൽ യു റെസ്റ്റ്. ശരിക്കും പറഞ്ഞത് നൈറ്റ് ക്രീമായിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് എനിക്ക് തോന്നി. ഈ ഒരു ഒറ്റ ടാഗ് ലൈനിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്തുള്ളൂ. ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര മടിച്ചിയാണ്. ഞാൻ രാവിലെ ഒന്നും തന്നെ ചെയ്യത്തില്ല. പക്ഷേ എന്നാലും രാത്രി സമയത്ത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് കാണിക്കാം. ഇതിങ്ങനത്തെ ഒരു പാക്കേജിംഗ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു ട്യൂബ് വരുന്നത്. പിന്നെ ഇതിനകത്തൊരു നോർമൽ നമുക്കുള്ള പോലെ തന്നെ ഇതിങ്ങനൊരു സാധനവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുന്ന ഒരു നോട്ടും കൂടെ ഉണ്ട്. ഓവർനൈറ്റ് മാസ്ക് ഫോർ റൂമിലൈൻ സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ SPF 50 സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളത് ഇവരൊരു കോഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇതൊരു ഓവർനൈറ്റ് ഗ്ലോസ് സെറം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇവർ പറയുന്നത്. അപ്പോൾ നൈറ്റ് മാത്രം നിങ്ങൾ യൂസ് ചെയ്താലും മതി. സോ ഞാൻ ഇടയ്ക്കൊക്കെ രാവിലെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സൺസ്ക്രീനും കൂടി ഇടാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മണ്ടത്തരത്തിൽ വാങ്ങിച്ച സാധനമാണെങ്കിലും എനിക്കിത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ പോലെയാണ് എനിക്ക് പിന്നീട് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് നല്ല ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, സ്കിൻ കുറച്ച് അലമ്പായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇവർ ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ടിനെ നല്ല രീതിക്ക് മാറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. ആൻറ്റി പിഗ്മെൻറ്റേഷൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ബ്രൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് സ്കിന്നിനെ നമുക്ക് തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട്. സോ ഒന്നും പറയാനില്ല, പക്കയായിട്ട് ഇവർ ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണമെന്ന് പോലും ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഞാനൊരു ലോകമടിച്ചിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പല ദിവസങ്ങളിലും ഞാനിത് മറന്നു പോവാറുണ്ട്. പക്ഷേ കാരണം ഞാനിത് വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി. ഇതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് എഴുതി വെച്ചിട്ട് തന്നെ കുറേ നാളായി. ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്, ഞാൻ റിവ്യൂ ചെയ്തത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഒത്തിരി ദിവസമായി. പക്ഷേ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ഇത് തീർന്നിട്ടില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഞാനിത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ നൈറ്റ് മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ ഒറ്റ പമ്പിൽ തന്നെ നമ്മുടെ ഫേസ് ഫുൾ കവറാകും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. പെട്ടെന്നൊന്നും സാധനം തീരത്തുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ 50 ml ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 499 രൂപയാണ്. എനിക്ക് ആമസോണിൽ അത്രയും പൈസ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ, ഇത് ഓയിൽ ഫ്രീ ഡീപ്പ് സ്ലീപ്പ് ഗ്ലോ എന്നുള്ളതാണ് ഇവരുടെ ഒരു സാധനം. ഇവർ പറയുന്നതാണ്. ഇതിനകത്ത് 3% കോജിക് ആസിഡ് ഉണ്ട്. ഓഫ് കോഴ്സ് ഞാൻ കോജിക് ആസിഡിന് വേണ്ടിയിട്ടാണ്. കോജിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ അൺഈവൻ സ്കിൻ ടോൺ ആണ്, ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ സ്കിൻ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോജിക് ആസിഡ് നിങ്ങളുടെ സ്കിന്നിൽ ഒരു ഹെൽപ്പ് പോലെ കോജിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ സെറം ആയിക്കോട്ടെ, ഏതെങ്കിലും ക്രീം ആയിക്കോട്ടെ, എന്തെങ്കിലും നിങ്ങൾ കോജിക് ആസിഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നിങ്ങളുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി 3% കോജിക് ആസിഡ് ഉണ്ട്, 1% ആൽഫ ആർബ്യൂട്ടിൻ ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമേ ആൽഫ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത്. ഒരുപാട് പ്രൊഡക്ട്സിൽ ഞാൻ യൂസ് ചെയ്തതിനകത്ത് ഈ ആൽഫ ആർബ്യൂട്ടിൻ ആക്ച്വലി വളരെ നോർമലായിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് നയാസിനമൈഡ്. 5% ആക്ച്വലി ഇതിനകത്ത് നയാസിനമൈഡ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസിനെയും ഈ നയാസിനമൈഡ് വളരെ ഈസി ആയിട്ട് ഹീൽ ചെയ്യുന്നതാണ് അത്യാവശ്യം ഇതിനെക്കുറിച്ചൊരു നോളജ് ഉള്ള ആളുകൾ പറയുന്നത്. സോ ഞാനും നയാസിനമൈഡിൻ്റെ ഒരുപാട് സെറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പല ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം തന്നെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് അത്യാവശ്യം അവർ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ടിനെ ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ 10% ബീറ്റാ ഗ്ലൂക്കോൻ ഫെർമെൻറ്റ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. സോ അതെല്ലാം ഈ എല്ലാ യൂസ് ചെയ്തേക്കുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ സ്കിന്നിന് ഇവർ ഈ പറയുന്ന ഡാർക്ക് സ്പോട്ടിനെ മാറ്റാനാണെന്നുണ്ടെങ്കിലും ആൻറ്റി പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ഗ്ലോ ആക്കാനും നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ആക്കാനും
മെയിനായിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര അലമ്പായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നോർമൽ നമ്മൾക്ക് നമ്മുടെ എങ്ങനെയായിരുന്നോ നമ്മുടെ സ്കിൻ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സ്കിന്നിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമായിട്ട് മീൻസ് അങ്ങനത്തെ ഒരു രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിന് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ നമ്മുടെ സെറമൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക. ടോണർ യൂസ് ചെയ്യുന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോണർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു പമ്പ് എടുത്തിട്ട് തിങ്ങണ്ട. ഇടയ്ക്ക് ഇതിന് പമ്പ് വർക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്, ഉണ്ടോ, എയർ കയറിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു പമ്പ് എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ക്രീമി, കണ്ടോ, ഒരു ക്രീം ടെക്സ്ചറാണ് ഇതിൽ വരുന്നത്. ക്രീം സെറമാണ് കേട്ടോ, സെറം ക്രീം, ഓക്കെ, സെറം ക്രീമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫേസിലേക്കോ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. കണ്ടോ, ഉടനെ തന്നെ അത് ഫെയ്ഡായി. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും കണ്ടോ ഒരു ചേഞ്ച് നമ്മുടെ അപ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. എനിക്കിതിൻ്റെ ഒരു നെഗറ്റീവ്, ഒരു ഡീമെറിറ്റ് പോലെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ മണമാണ്. മണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഫാർമസി പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാത്തതിൻ്റെ ഞാനൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ മണം എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. പെട്ടെന്ന് എനിക്ക് ഇതിൻ്റെ മണം ഇഷ്ടപ്പെടത്തില്ല. നമ്മളിപ്പോൾ നോർമൽ കോസ്മെറ്റിക് പ്രൊഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ മൈൽഡ് സ്മെല്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു സ്മെല്ലല്ല. ഇതൊരു പക്ക ഒരു ഫാർമസി പ്രൊഡക്റ്റ് പോലെ അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സ്മെല്ല്. കാരണം ഈ സ്മെല്ല് കാരണം ഇത് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പോകെ ഗ്രാജുവലി ഈ സ്മെല്ലുമായിട്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റായി. ഇപ്പോൾ ഇത് മണക്കുമ്പോൾ കുഴപ്പമില്ല, അത്ര കൊള്ളില്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ വരും. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ സ്മെല്ല് അത്ര പ്രശ്നമല്ല. പക്ഷേ എനിക്കിത് ആദ്യത്തെ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ഈ സ്മെല്ല് എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു കുഴപ്പം വന്നില്ല. മാത്രമല്ല നമ്മുടെ ഫേസ് വളരെ നല്ല നീറ്റായിട്ട്, ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരവും കൂടെ ഇതൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫുൾ മാർക്കും കാര്യങ്ങളും എല്ലാം അങ്ങ് മാറും. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ ഒരൊറ്റ സാധനം യൂസ് ചെയ്താൽ മതി. ചിലപ്പോൾ ശരിയാണ്, എന്നെ പോലെ തന്നെ കൺഫ്യൂഷൻ വരാം, ഈ ഒരു സാധനം ഈ ഒരു ബ്രാൻഡ് കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഭയങ്കര വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, നിങ്ങൾ നോക്കി വെച്ചോളൂ. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നിയത് എന്താണ്, ഞാനിപ്പോൾ പറഞ്ഞത് എനിക്കിതിൻ്റെ ഡീമെറിറ്റായിട്ട് ആകെ തോന്നിയ കാര്യം ഇതിൻ്റെ സ്മെല്ല് മാത്രമാണ്. പിന്നെ നൈറ്റാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ, കൂടുതലും നൈറ്റാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഒറ്റ പമ്പ് എടുക്കുക, ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്തേക്കുക. എന്നിട്ട് നമുക്ക് രാത്രി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും കൂടെ എക്സ്ട്രാ യൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഡൗട്ട് വരും. സോ അങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. ഇത് അത്യാവശ്യം നമ്മുടെ ഫേസിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നുണ്ട്. ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ, അപ്പം ഓയിൽ ഇത് ബാലൻസ് ചെയ്യും, ഓയിൽ ഫ്രീ ആയിട്ട് വെക്കും എന്ന് പറയുന്നുണ്ട്. എന്നും പറഞ്ഞ് ഇത് അത്രയ്ക്ക് അങ്ങ് നമ്മുടെ ഫേസിനെ ഭയങ്കര ഡ്രൈ ആക്കത്തൊന്നുമില്ല. സോ ഈവൻ നിങ്ങളുടെ സ്കിൻ ഒരു ഭയങ്കര എക്സ്ട്രീം ഡ്രൈ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിന്നിന് പക്ക നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. എക്സ്ട്രീം ഡ്രൈ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു ദിവസം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഫേസിനെ ഡ്രൈ ആക്കുന്നുണ്ട്, ഭയങ്കര വലിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തേ പറ്റൂ, നിങ്ങൾക്ക് ഇതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടും എന്നൊരു ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം യൂസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഓയിൽ നല്ല രീതിക്ക് ബാലൻസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്രീമും കൂടെ യൂസ് ചെയ്യുക. ഇതൊരു സെറം ക്രീമാണ്, പ്ലസ് ഒരു നൈറ്റ് ക്രീമും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് 0% എക്സ്പെക്ടേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സാധനം യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഇതിന് മുൻപും ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു 10% നയാസിനമൈഡ് ഡെർമാക്കോയുടെ ആ ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇതുപോലെ മാറി എനിക്ക് കിട്ടി. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. പക്ഷേ ഇത് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത് മാറിപ്പോയതല്ല. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് എന്തോ തോന്നി ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ അതിനുശേഷം എനിക്ക് ഡൗട്ടായതാണ്. അങ്ങനെ ഞാൻ യൂസ് ചെയ്ത 2 പ്രൊഡക്റ്റുകളും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതുപോലെ ഗുണം കിട്ടിയിട്ടുള്ള ഐറ്റമാണ്. സോ അതിനകത്ത് വളരെ 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 പ്രൗഡാണ് ഞാൻ ആക്ച്വലി. സോ അപ്പോൾ നിങ്ങൾ ഈ സാധനം ഞാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് സെർച്ച് ചെയ്ത് നോക്കിയാലൊക്കെ ഇത് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.